നമസ്കാരം, അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠവും അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്. പ്രിയ AS രചിച്ച പ്രിയ ASൻ്റെ കഥകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറുകഥയാണ് പാഠഭാഗം. കഥയുടെ പേര് താളുകൾക്കിടയിലൊരു മയിൽപീലി. ഇനി നമുക്ക് കഥാകാരിയെ പരിചയപ്പെടാം. പ്രിയ AS മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് പ്രിയ AS. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിലാണ് അവർ ജനിച്ചത്. ഇനി അവരുടെ പ്രധാന കൃതികൾ: ചെറുകഥാ സമാഹാരങ്ങൾ, ഓരോരോ തിരിവുകൾ, പ്രിയ ASൻ്റെ കഥകൾ, മഞ്ഞമരങ്ങൾ ചുറ്റിലും. യുവ സാഹിത്യകാരിക്കുള്ള ലളിതാംബിക അന്തർജനം അവാർഡ് ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ജാഗരൂക, മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഗ്രന്ഥത്തിന് ലഭിച്ചു. വയലറ്റ് പൂച്ചകൾക്ക് ഷൂ വയ്ക്കാൻ തോന്നുമ്പോൾ, അനുഭവക്കുറിപ്പുകൾ, ഒഴുക്കിൽ ഒരില, കഥ ബാക്കി, മായക്കാഴ്ചകൾ. ബാലസാഹിത്യം: ചിത്രശലഭങ്ങളുടെ വീട്, എന്തുപറ്റി എൻ്റെ നീലപ്പൂവിൻ, കഥകഥ പൈങ്കിളി, അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും, അമ്മയും കുഞ്ഞുണ്ണിയും മൂക്കുരുമ്മി മൂക്കുരുമ്മി, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയുടെ വിവർത്തനമാണ് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്നത്. കഥ വായിക്കുന്നതിന് മുമ്പായി ഒരു അനുബന്ധ വാക്യം കൊടുത്തിട്ടുണ്ട്, അതുകൂടി വായിച്ച് മനസ്സിലാക്കാം. വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളതീ സ്നേഹം. പരസ്പരം സ്നേഹിക്കുമ്പോൾ അതിരുകൾ മാഞ്ഞുപോകുന്നു. ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ സ്നേഹമലരുകൾ വാടാതിരിക്കുന്നത് കരുതലും കരുണയും പങ്കിടലും സാർത്ഥകമാകുമ്പോഴാണ്. അവിടെ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നു, സകലരും സഹൃദയരാകുന്നു. ഇനി നമുക്ക് കഥ ആസ്വദിക്കാം. താളുകൾക്കിടയിലൊരു മയിൽപീലി. പരസ്പര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് പ്രിയ ASൻ്റെ ഈ കഥ. ഓർമ്മകളുടെ ഏറ്റുപറച്ചിലാണ് ഈ കഥ എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് കഥയുടെ ജീവനും. കഥ വായിക്കാം. എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ. വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ. അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവ്വതും എന്ന് തോന്നും. വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ട് ഓടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്ക് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി. ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ, നുണയാൻ മധുരമില്ലാതെ, കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ്. ഇതിലെ കഥാപാത്രം അനുതാരയുടെ ഓർമ്മയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. അവൾ ഒരു രോഗിയാണ്, എത്ര ചികിത്സിച്ചാലും വിട്ടുപിരിയാത്ത അസുഖമുള്ളവൾ. പാഠപുസ്തകങ്ങളുടെ താളുകളിൽ അവൾ അറിയാതെ പലപ്പോഴും കണ്ണുനീർ വീണിട്ടുണ്ട്. വേദനകളുടെ ലോകത്ത് നിന്ന് ചെറിയൊരു ഒഴിവുകാലം നൽകാൻ പോലും അവളുടെ അസുഖം കൂട്ടാക്കാറില്ല. നീണ്ട നാളത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ എത്തുമ്പോഴാകട്ടെ പലതും അവളുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. പതുക്കെ പതുക്കെ അതുമായി പൊരുത്തപ്പെട്ട് കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞ് പഠനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അസുഖം വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ നിറമുള്ള ബാല്യകാലം അവൾക്ക് തീരാവേദനയായി, നോവായി എന്നാണ് പറയുന്നത്. ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും 1ാം സ്ഥാനമാണ് എന്നവൾ പറയുന്നു. പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ്. എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ, 2ഓ 3ഓ പിണക്കങ്ങൾ, പിന്നെ നീലകണ്ഠൻ, ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ.
ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇങ്ങനെ അവളുടെ അസുഖം കാരണം പ്രൈമറി ക്ലാസ്സുകളിലൊന്നും അവൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കൂട്ടുകാരുമായിട്ടുള്ള ചില പിണക്കങ്ങൾ, അവരുടെ ചില ഉടുപ്പുകൾ, പിന്നെ ഏറ്റവും പ്രകാശത്തോടെ അവളുടെ ഓർമ്മയിൽ നിൽക്കുന്നത് നീലകണ്ഠൻ എന്ന സുഹൃത്തിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണ് എന്ന് പറയുന്നിടത്ത് സ്നേഹത്തിൻ്റെ മാസ്മരികമായ ഭാവതലമാണ് പിറക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും സ്നേഹത്തിൻ്റെ നനവ് തിരിച്ചറിയാനുള്ള കഴിവ് ജന്മസിദ്ധമാണെന്ന് മനസ്സിലാക്കാം. അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷച്ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും. പാർവതി അമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യവസ്തുവെന്ന പോലെ ചേർത്തു പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും. എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവയ്ക്കും. പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറിക്കൂടിയ മൂങ്ങ കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടിപ്പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും. മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിക്കു മീതെ കൂടി കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു. ചുറ്റുമൊഴുകിപ്പരന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആഗ്രഹത്തോടെ അവൾ സ്കൂളിലെത്തുന്നത്, ക്ലാസ്സിലെത്തുന്നത്. അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളൊക്കെ അപ്പോഴേക്കും ഓർമ്മയുടെ താളുകളിൽ നിന്ന് അവളുടെ പേര് വെട്ടിയിട്ടുണ്ടാവും. ദിവസവും വരാത്തൊരു കുട്ടിയെ കൂട്ടുകൂടാൻ അല്ലെങ്കിൽ അവൾക്ക് ചുറ്റും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു അകൽച്ച പൊതുവെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് വേലക്കാരിയാണ്, പാർവതി അമ്മ എന്ന വേലക്കാരി. അവരാകട്ടെ ഒരു ദിവ്യവസ്തുവിനെ പോലെ കൊണ്ടുപോകുന്നു. ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നു. ക്ലാസ്സിലെ കുട്ടികളും മറ്റുള്ള കുട്ടികളും അവളുടെ ചുറ്റും കൂടി നിൽക്കുന്നു. അവളുടെ അസുഖത്തെക്കുറിച്ചാവാം അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവയ്ക്കുന്നു. ഇങ്ങനെ ആകെ അവൾക്ക് ചുറ്റും ഒരു അപരിചിത ലോകമാണ് ഉണ്ടാകുന്നത്. അവൾക്കാകട്ടെ ഈ സഹതാപവും അപരിചിതത്വവും ഒട്ടും സഹിക്കാനാവുന്നില്ല. തുടർന്ന് വായിക്കാം. മുറ്റത്തെവിടെയോ തകർത്തു നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞുകയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്നോർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങിത്തീർന്നു. അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്തു വന്നു നിന്ന് നീലകണ്ഠൻ പറയും, അനുതാര ഇന്നു വരുന്ന് എനിക്കറിയായിരുന്നൂലോ. ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു, താര, അനുതാര, അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും. എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയും. എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ബക്രാൻ അങ്കലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും. ഇവിടെ നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവൾ പങ്കിടുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ള കുട്ടികളിൽ നിന്ന് ആ സുഹൃത്തു മാത്രം വേറിട്ട് നിൽക്കുന്നത്? ഒരിക്കലും അവളുടെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്ത കൂട്ടുകാരൻ. അന്നേ വരെയുള്ള എല്ലാ വിശേഷങ്ങളും അവൻ വാതോരാതെ പറയും. എന്നു മാത്രമല്ല, അവൾക്ക് എഴുതിയെടുക്കാനുള്ള നോട്ടുകൾ അവൻ തന്നെ വാങ്ങി എല്ലാം വിശദീകരിച്ചു കൊടുക്കും, എല്ലാം എഴുതി കൊടുക്കും. എന്നു മാത്രമല്ല, പഠിക്കാനുള്ളതൊക്കെ വളരെ എളുപ്പമാണ് എന്നൊരു സാന്ത്വനവും അവൾക്ക് നൽകും. പൊതുവെ കുട്ടികൾക്ക് ദീർഘനാളത്തെ അവധിക്ക് ശേഷം സ്കൂളിലെത്തുമ്പോൾ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ നോട്ടുകൾ എഴുതി തീർക്കുന്നതിൻ്റെ വേവലാതി ഉണ്ടാകാം, ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ മനസ്സിലാവാത്തതിൻ്റെ വിഷമം ഉണ്ടാവാം. പക്ഷേ ഇവിടെ അനുതാരയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് നീലകണ്ഠൻ എന്ന സുഹൃത്ത്. ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തിത്തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല. ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴി മാറി നടന്നു. ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല.
അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എനിക്കുത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു. അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല. മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരെക്കാളും ഭംഗിയായി ചിരിക്കും. കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കു കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി. 2 ഷർട്ടേയുള്ളൂ നീലകണ്ഠന്. ഒന്ന് വെള്ള, മറ്റൊന്ന് പച്ച. നെറ്റിയിൽ നീട്ടിവലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും. ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി. വീട്ടിൽ പുറം വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതി അമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത്. ഇങ്ങനെ അസുഖം സൃഷ്ടിക്കുന്ന അവധിക്ക് ശേഷം തിരിച്ചെത്തുന്ന അനുതാരയെ പഠനത്തിൽ സഹായിക്കാൻ സുഹൃത്തായ നീലകണ്ഠൻ ഒരുപാട് സഹായിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ക്ഷീണം കൊണ്ട്, മരുന്ന് മാറി മാറി കഴിക്കുന്നതിനുള്ള ആ ഒരു അവശത കൊണ്ടൊക്കെ എന്തുകൊണ്ടോ പലപ്പോഴും പൂർണ്ണമായിട്ടും അവൻ നൽകിയ അറിവുകളൊന്നും മനസ്സിലാക്കാൻ ഇവിടെ അനുതാരയ്ക്ക് സാധിച്ചില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നീലകണ്ഠൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ അവൾക്ക് പറഞ്ഞും കാണിച്ചുമൊക്കെ കൊടുത്തു. ഇങ്ങനെ കോപ്പി അടിക്കുന്നത് ഒരു തെറ്റാണെന്ന് കുട്ടികളായ അവർക്കന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് അവനെക്കുറിച്ചാണ് പറയുന്നത്. വെളുക്കെയുള്ള പല്ലുകൾ കാണിച്ച് ചിരിക്കുന്ന നീലകണ്ഠനെ കുറിച്ചാണ് പറയുന്നത്. കറുപ്പിനും വെളുപ്പിനും ഇത്രമാത്രം ചേർച്ചയുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ആ പുഞ്ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കു കൂടുമ്പോഴും ഒക്കെ ആ മുഖത്ത് ചിരിയുണ്ട്. അത്രയും പ്രസന്നവദനനാണ് നീലകണ്ഠൻ എന്നർത്ഥം. 2 ഷർട്ടേ ഉള്ളൂ അവന്. ദാരിദ്ര്യമാണത് സൂചിപ്പിക്കുന്നത്. തനിയെയാണ് അവൻ സ്കൂളിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നത്. തിരക്കുള്ള റോഡ് മുറിച്ചു കടക്കുന്ന നീലകണ്ഠൻ്റെ ധൈര്യം അനുതാരയെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു. അവൾക്കാകട്ടെ പാർവതി അമ്മയുടെ സഹായമില്ലാതെ സ്കൂളിലേക്ക് വരാനോ പോവാനോ സാധിക്കുകയുമില്ല. നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചു. പാവം നീലകണ്ഠന് അച്ഛനില്ല. അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി. പുതിയ ചെരുപ്പ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും, എട്ടുകാലിയെ കൊല്ലാനും, അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു. നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു. നീലകണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത്. പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു. 1-ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി. പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല. നീലകണ്ഠൻ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് നീലകണ്ഠനെ വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് അവർ സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ മത്സരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവന് അച്ഛനില്ല എന്നുള്ളത് അനുതാരയെ വിഷമിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം അനുതാരയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തു പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരച്ഛനാണ്. അങ്ങനെയാണ് എല്ലാ അച്ഛനും എന്നാണ് അവളുടെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയാണ് തൻ്റെ സുഹൃത്ത് എന്നതിൽ അവൾക്ക് വലിയ വിഷമമുണ്ട്. അവൻ്റെ വിഷമമോർത്ത് പലപ്പോഴും അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. പിന്നീട് ഒരിക്കൽ റോസി ടീച്ചർ അവളെ അവൻ്റെ അടുത്തിരുത്തി, ബെഞ്ചിൽ സ്ഥലം തികയാത്തതുകൊണ്ട്. പക്ഷേ പുതിയ ബെഞ്ചുകൾ വന്നിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും അവൾക്ക് അവൻ്റെ അടുത്ത് നിന്ന് സ്ഥാനം മാറാൻ തോന്നിയില്ല. പലപ്പോഴും അച്ഛനില്ലാത്ത നീലകണ്ഠനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോഴൊക്കെ ഒരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് അച്ഛൻ സമാധാനിപ്പിച്ചു. പക്ഷേ അച്ഛൻ പറഞ്ഞാലും ഇല്ലെങ്കിലുമൊക്കെ നീലകണ്ഠന് വേണ്ടി അവൾ സ്ലേറ്റ് പെൻസിൽ മാറ്റിവെച്ചു. തുടർന്ന് വായിക്കാം. ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു. നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു.
രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. അനുകരിക്കുക, പിന്തുടരുക. ഇന്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു. ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത്. ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ വിടർന്നു. ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് എന്നൊരത്ഭുതം. ഈ വീടിൻ്റെ തുറന്നിട്ട വാതിലിൽ കൂടി ദാ ഞാനിപ്പോൾ അകത്തു കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി. അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നീലകണ്ഠൻ. ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളൊക്കെ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചാലും നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും പഠനത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾക്ക് നീലകണ്ഠനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും ആ ശ്രദ്ധയും ആ ഏകാഗ്രതയും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. താമരമൊട്ടും മയിൽപീലിയും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരുമൊക്കെ പലപ്പോഴും നീലകണ്ഠൻ അവൾക്ക് സമ്മാനമായി കൊടുത്തു. പകരം അവളാകട്ടെ അവൾ തന്നെ വരച്ച ചിത്രങ്ങളാണ് കൊടുത്തത്. ആ ചിത്രങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, എത്ര മോശമോ നല്ലതോ ആയിക്കോട്ടെ, എപ്പോഴും നല്ല അഭിപ്രായം മാത്രമാണ് നീലകണ്ഠൻ പറഞ്ഞിരുന്നത്. അത്രയും ജീവനുള്ള ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് തൻ്റെ സുഹൃത്തിൻ്റെ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ കുട്ടി ചെയ്തത്. ആദ്യം ഒരു മയിൽ, പൂച്ച, വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയാമായിരുന്നുള്ളൂ. നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നീലകണ്ഠൻ്റെ പ്രോത്സാഹനം കാരണം ആ കഴിവ് കൂടുതൽ മെച്ചപ്പെടുത്താൻ അവൾ ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. എന്നും രോഗിയായ ഒരു കുട്ടി, വല്ലപ്പോഴും മാത്രം സ്കൂളിൽ വരാൻ സാധിക്കുന്ന കുട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബാല്യകാലത്തിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന അനുതാരയ്ക്ക് നല്ല ഒരു പ്രചോദനമാണ് നീലകണ്ഠൻ എന്ന മിടുക്കനായ കുട്ടി നൽകിയിരുന്നത്. ഒരിക്കലും അവളുടെ അസുഖത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താതെ അവളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനാണ് അവൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. ഇവിടെ അനുതാര എന്ന കുട്ടി അവളുടെ അസുഖം കാരണം ശോഷിച്ച ശരീരവും പലപ്പോഴും ക്ഷീണം ബാധിച്ച കണ്ണുകളും തലമുടിയാകെ കൊഴിഞ്ഞുപോയി വികൃതമാക്കിയിരിക്കുന്ന രൂപമാണെങ്കിൽ പോലും അതിലേക്കൊന്നും നോക്കാതെ അല്ലെങ്കിൽ കളിയാക്കാതെ നീലകണ്ഠൻ അവളുടെ കണ്ണുകളെക്കുറിച്ച് എപ്പോഴും പ്രശംസിക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാ വേദനകളും അവൾ മറന്നുപോയി എന്നുള്ളതാണ്. പലപ്പോഴും അവളെ സംബന്ധിച്ച് നീണ്ട അവധിക്ക് ശേഷം ക്ലാസ്സിലെത്തുമ്പോൾ അവളുടെ രൂപവും ഭാവവും മുഖത്തെ ക്ഷീണവുമൊക്കെ അവളുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധം സൃഷ്ടിച്ചിരിക്കണം. എന്നാൽ നീലകണ്ഠൻ്റെ ഈ വാക്കുകൾ ആ വേദനയെല്ലാം മറികടക്കാനുള്ള മരുന്നായി മാറി എന്നർത്ഥം. 5ാം ക്ലാസ്സിൽ എത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു. അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം. ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു. അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ്, പഠിക്കെന്ന് പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പിറകെ നടക്കില്ല, തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മുക്കുത്തിയും നക്ഷത്ര കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു. അതുവരെയും തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെയെ എനിക്കറിയാമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. അമ്മയും അച്ഛനും മാറി മാറി പറയുന്നത് കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ള ഒരു കമ്മൽ, ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നത് കൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം. പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരെയും നീലകണ്ഠൻ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഇരുവരും 5ാം ക്ലാസ് എത്തിയപ്പോൾ അവർ മറ്റൊരു സ്കൂളിലേക്ക്, വടക്കേ സ്കൂളിലേക്ക് മാറി. അവിടെ ആകട്ടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറിട്ട ക്ലാസ് മുറികളാണ്. അത്രയും വലിയ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെയാണ് അനുഭവപ്പെട്ടത്. പല കുട്ടികളുടെ കൂടെ, ധാരാളം കുട്ടികളുടെ ഇടയിൽ ഒരാളെന്ന രീതിയിൽ.
എന്നാൽ മുൻ ക്ലാസ്സുകളിൽ പണ്ട് പഠിച്ച സ്കൂളിൽ അങ്ങനെയായിരുന്നില്ല. അവർ ഒരുമിച്ചായിരുന്നു. മിടുക്കനായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു നീലകണ്ഠൻ. എന്നാൽ ഇപ്പോൾ അവൾക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. പലപ്പോഴും അടുത്തിരിക്കാൻ പറ്റുന്നില്ല, മറ്റൊരു ക്ലാസ്സിൽ ആയതുകൊണ്ട്. അതുമാത്രമല്ല, അവളുടെ ടീച്ചർ പറഞ്ഞതുപോലെ തനിയെ തോന്നിപ്പഠിക്കണം എന്നുള്ള കാര്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നവരാണ് അവൾക്കറിയാവുന്ന കൂട്ടുകാരെല്ലാം. അങ്ങനെ അല്ലാതെ തനിയെ തോന്നി പഠിക്കുന്ന ഒരാളെ മാത്രമേ അവൾക്ക് അറിയുമായിരുന്നുള്ളൂ, നീലകണ്ഠൻ. പുതിയ സ്കൂളിലെത്തിയതോടെ നീലകണ്ഠനെ കാണാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എന്ന് മാത്രമല്ല, മറ്റു കുട്ടികൾക്ക് ആർക്കും അവനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല എന്നുള്ളതും, പുതിയ സ്കൂളിൽ നിന്ന് വന്ന മറ്റു കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചെടുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. പക്ഷെ അവൾക്കാകട്ടെ നീലകണ്ഠനോടല്ലാതെ ഒരു സൗഹൃദം, തുറന്നൊരു സൗഹൃദം പങ്കിടാൻ അന്നേ വരെ സാധിച്ചില്ല. ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങിത്തന്നു. പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു. ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു. സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞ് തോറ്റു. വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ടാ ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു. നീലകണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി. ഇനി സ്കൂളിൽ വരില്ല അത്രേ. ഞാനത് തീരെ ഗൗനിച്ചില്ല. അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു. പുതിയ സ്കൂളിലേക്ക് മാറിയെങ്കിലും പുതിയ കൂട്ടുകാർ തനിക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും നീലകണ്ഠനെ പോലെയുള്ള ഒരു സുഹൃത്തിനെ അവൾക്കൊരിക്കലും തൻ്റെ ക്ലാസ്സിൽ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ വഴിയിലും സ്കൂൾ മുറ്റത്തും ഒക്കെ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നീലകണ്ഠനെ അവൾ എന്നും തിരഞ്ഞുകൊണ്ടിരുന്നു. അവൾക്കായി അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത പെൻസിലുകൾ പകുതിയാവുമ്പോൾ അവൾ നീലകണ്ഠനു വേണ്ടി മാറ്റിവെച്ചു. എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ പെൻസിലുകൾ അവൾക്ക് സമ്മാനിക്കണമെന്ന് ഉണ്ടായിരുന്നു. വീണ്ടും അസുഖത്തിൻ്റെ പിടിയിൽപ്പെട്ട് ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തുന്നു അനുതാര. മുമ്പത്തെ പോലെ പഠനത്തിൽ സഹായിക്കാൻ ഇപ്പോൾ അവളുടെ അരികിൽ നീലകണ്ഠനില്ല. അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് അവൾ തളർന്നു. തുമ്പികൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അടുത്ത് ചെല്ലുന്നതുവരെ അവ പറന്നു പോകില്ല. കയ്യിൽ കിട്ടും എന്ന നിലയിലെത്തുമ്പോൾ അത് പറന്ന് ഉയരത്തിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെയാണ് അവളുടെ പഠന വിഷയങ്ങളെല്ലാം തന്നെ. എത്ര ശ്രമിച്ചിട്ടും പിടിതരാത്ത തുമ്പികളെ പോലെ. നീലകണ്ഠൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാന്ത്വനമെങ്കിലും അവൾക്ക് ലഭിക്കുമായിരുന്നു. ഇതെല്ലാം നല്ല എളുപ്പമാണ്, അത്ര പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുമായിരുന്നു, നോട്ടുകൾ എഴുതി കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ അസാന്നിധ്യം അവളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇടയിലാണ് തൊട്ടടുത്തിരുന്ന ജയന്തി എന്ന പെൺകുട്ടി ആ വാർത്ത അവളിലേക്ക് എത്തിക്കുന്നത്. വലിയൊരു പനി വന്ന് നീലകണ്ഠന് കണ്ണ് കാണാണ്ടായി, ഇനി സ്കൂളിൽ വരില്ല എന്നത്. പക്ഷേ അവൾ ഒട്ടും അത് ഉൾക്കൊണ്ടില്ല. എന്ന് മാത്രമല്ല, അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ അവൾ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള നിഷ്കളങ്കമായ ആ സൗഹൃദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് പനി വന്ന് കണ്ണു കാണാണ്ടായി എന്ന് പറയുമ്പോൾ അത് തീരെ ഗൗനിച്ചില്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു ആപത്ത് തൻ്റെ സുഹൃത്തിന് ഒരിക്കലും വരില്ല. ഇത്രയും നല്ലവനായ നന്മയുള്ള ആ മനസ്സിന് അത്തരമൊരു ആപത്ത് വരില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു. കുട്ടികൾ പരസ്പരം ഒന്നും പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടെന്നും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നും ഇവിടെ മനസ്സിലാക്കാം. അനുതാര എന്ന രോഗിയായ പെൺകുട്ടി ഇതിലൊക്കെ ഉപരിയായി അവൻ്റെ അന്വേഷണവും സാമീപ്യവും കരുതലും അവളുടെ മനസ്സ് തിരിച്ചറിയുന്നു. ഈ അറിവ് അവളിൽ സ്നേഹത്തിൻ്റെ പെരുമഴ പെയ്യിക്കുന്നു. കുട്ടികൾ തമ്മിൽ പങ്കുവയ്ക്കുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാക്കലിൻ്റെ, സമർപ്പണത്തിൻ്റെ, ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ നിദാനങ്ങളാണ്. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത്. ആരു കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് മുൻവശത്തേക്ക് ഓടി. കൈലി ഉടുത്ത് ബ്ലൗസിന് മീതെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ
ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ. പോണേന് മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയല്ലായിരുന്നോ ഇവന്? എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതറി നീലകണ്ഠൻ എന്ന് ആർത്തു വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്നു നിന്നു. നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു. എന്താണിങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. നീലകണ്ഠൻ്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു. നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു, മന്ദാരപ്പൂ പോലെ. ഒടുവിൽ അനുതാര ആ സത്യം തിരിച്ചറിയുന്നു. നീലകണ്ഠൻ്റെ അമ്മയും നീലകണ്ഠനും അവളെ കാണാനായി എത്തുന്നു. അവർ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. പോണേന് മുന്നേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കാണാനാണ് അവർ വന്നിരിക്കുന്നത്, നീലകണ്ഠൻ വന്നിരിക്കുന്നത്. ആദ്യം കാര്യമൊന്നും അനുതാരയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ വായുവിൽ പരതി അവളുടെ കൈകൾ കണ്ടുപിടിച്ചപ്പോൾ എന്താണിങ്ങനെ എന്ന് അവൾ അമ്പരന്നു. അപ്പോഴാണ് ജയന്തി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നത്. ഒരു പനി ബാധിച്ച് അവൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകി വരുന്ന ആ കണ്ണുനീരിനിടയിലും എന്നത്തെയും പോലെ മന്ദാരപ്പൂ പോലെ അവൻ ചിരിച്ചു. തുടർന്ന് വായിക്കാം. ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വിൽക്കാൻ പോകുവാണ്. അങ്ങ് കിഴക്കൻ നാട്ടിൽ ഇവൻ്റെ അമ്മാവൻ്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ. നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി. ശബ്ദമില്ലാത്ത കരച്ചിലിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവർ മറ്റൊരു നാട്ടിലേക്ക് മാറാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് വിറ്റിരിക്കുകയാണ്. അമ്മാവൻ്റെ കൂടെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി ചെറുപുന്നത്തളിര് അവൻ കൊണ്ടുവന്നിരുന്നു. തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടിവിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അയ്യോ, എന്തിനാ ഇങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടുനോക്കി ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. കൂട്ടുകാരിക്ക് കൊണ്ടുവന്ന ആ ചെറുപുന്ന വെട്ടിമാറ്റിയിരിക്കുകയാണ്, കടം തീർക്കാനായി. അതുകൂടി കേട്ടപ്പോൾ അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. എന്നാൽ അവൾ കരഞ്ഞത് അവനെ ഓർത്ത് മാത്രമാണ്. തളിർത്തു നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തിപ്പൂത്തതുപോലെ എന്ന അവൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിലേക്ക് അലയടിച്ചു. ഇത്രയും സൗന്ദര്യത്തെ സ്നേഹിക്കുന്ന സൗന്ദര്യ ആസ്വാദകനായ ആ കുഞ്ഞു മനസ്സ് ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്നവൾ ഓർത്തിരിക്കാം. ആ കരച്ചിലിൻ്റെ ശക്തി കൂടിയത് കൊണ്ട് അവൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത്? എൻ്റെ അവസ്ഥ ആലോചിച്ചാണെങ്കിൽ നോക്ക്, ഞാൻ കരയണില്ലല്ലോ എന്നവൻ സമാധാനിപ്പിച്ചു. അപ്പോൾ ഒരു കൊച്ചു കുട്ടി എത്ര പ്രതീക്ഷയോടെയാണ് ഭാവിയെ കാണുന്നത് എന്ന് നോക്കൂ. എത്ര പ്രസാദാത്മകമായാണ് ഭാവിയെ കാണുന്നത്. തൻ്റെ കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ അവൻ. അതുപോലെ തന്നെ എന്നത്തെയും പോലെ കണ്ണു കാണുന്നില്ലെങ്കിൽ പോലും അവളുടെ പാദസരം തൊട്ടുനോക്കി നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. അവളുടെ മയിൽപ്പീലി കണ്ണുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ, അവളുടെ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചതുപോലെ കണ്ണിൽ കാഴ്ചയില്ലെങ്കിൽ പോലും ഉള്ളിലെ മനസ്സിൻ്റെ നന്മ കൊണ്ട് എന്നത്തെയും പോലെ തൻ്റെ കൂട്ടുകാരിയെ അഭിനന്ദിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു. അപ്പോൾ അത്രയും നന്മയുള്ള മനസ്സാണ് നീലകണ്ഠൻ്റേത് എന്ന് മനസ്സിലാക്കാം. ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത്? അതൊന്ന് വായിച്ചേ, കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി. ഇനി എനിക്കെന്തിനാ പെൻസില്? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? ഇതിനോ?
കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. പ്രിയ എസിൻ്റെ കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. പോകാൻ നേരം വീട്ടിലെ ഓരോ മുറിയിലും കയറിയിറങ്ങി അനുതാരയുടെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ ആഗ്രഹത്തോടെ മറിച്ചു നോക്കുന്ന നീലകണ്ഠൻ, പഠിക്കാനുള്ള ആഗ്രഹം ഏറ്റവും കൂടുതലുള്ള മിടുക്കനായ കുട്ടി, ഏതു പാഠമാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഒരുപക്ഷെ ഇനി ഒരിക്കലും അവൻ ആ പുസ്തകത്താളുകളിലൂടെ കണ്ണോടിക്കാൻ, വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന ഒരു നോവ് അവൻ്റെ ഉള്ളിലുണ്ടായേക്കാം. യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അനുതാര അവനു വേണ്ടി ശേഖരിച്ചു വെച്ച പെൻസിലുകൾ അവൾക്കായി കൊടുത്തു. പെട്ടെന്ന് ആ മുഖത്തെ ചിരിമാഞ്ഞു. ഇനി തനിക്ക് എന്തിനാണ് പെൻസിൽ? ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്നാണ്. കൂട്ടുകാരിക്കുള്ള പ്രോത്സാഹനം കൂടിയാണത്. തനിക്ക് സാധിച്ചില്ലെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന ആശംസ കൂടിയാണത്. തൻ്റെ ജീവിതം ഇരുളടഞ്ഞതാണെങ്കിലും തന്നോടൊപ്പം നിൽക്കുന്നവർ, തന്നെ സ്നേഹിക്കുന്നവർ, തൻ്റെ സഹപാഠികൾ, തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരി, ഇവരെല്ലാവരും സന്തോഷത്തോടെ കാണണമെന്നുള്ള പ്രസാദാത്മകമായ ഒരു ചിന്താഗതിയുള്ള കുട്ടിയാണ് ഇവിടെ നീലകണ്ഠൻ എന്ന് മനസ്സിലാക്കാം. ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങുന്നിടത്ത് ഈ ഹൃദയസ്പർശിയായ കഥ അവസാനിക്കുന്നു. കഥാന്ത്യത്തിൽ എഴുത്തുകാരി പറഞ്ഞു നിർത്തുന്നിടത്ത് ഈ കഥ സ്നേഹത്തിൻ്റെ ഗാഥയായി ഒഴുകുന്നു. കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠൻ എന്ന കുട്ടിയുടെ പ്രസാദാത്മകമായ സമീപനം നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഘട്ടത്തിലും സ്നേഹം മഴയായി പെയ്യുന്നു. കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഈ കഥയിൽ കഥാകാരി നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് എല്ലാ പരിമിതികളെയും മറികടക്കാൻ, നേരിട്ട് ജീവിതം തുഴഞ്ഞ് അക്കരെ എത്താൻ പരിധികളോ പരിമിതികളോ ഇല്ലാത്ത, ഉപാധികളില്ലാത്ത നിർമ്മല സ്നേഹത്തിൻ്റെ ശക്തി മാത്രം മതി എന്നാണ്. അതില്ലാത്തതാണ് ബന്ധങ്ങളിൽ ഇന്ന് കാണുന്ന ശൈഥില്യത്തിന് കാരണം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. കഥാസന്ദർഭങ്ങൾ കണ്ടെത്താം. കഥ വായിക്കൂ, മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ. കഥയിൽ ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള, ഹൃദയത്തിൽ തൊടുന്ന സന്ദർഭങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു സന്ദർഭം അവതരിപ്പിക്കാം. രണ്ടാമത്തേത് വിശകലനക്കുറിപ്പാണ്. എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അസുഖമുള്ള കുട്ടിയാണ് അനുതാര. അവളുടെ ആരോഗ്യത്തെയും രൂപത്തെയും കുറിച്ച് അവൾക്ക് സങ്കടമുണ്ട്. രോഗാവസ്ഥ നൽകുന്ന നീണ്ട അവധിക്കു ശേഷം അവൾ സ്കൂളിലെത്തുമ്പോൾ അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവെച്ച വലിയ കണ്ണുകളും മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞ് വികൃതമായ തലമുടിയും അവളെ ആകുലപ്പെടുത്താറുണ്ട്. മറ്റുള്ളവരുടെ സഹതാപവും അവർക്ക് അവളുടെ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ രഹസ്യമായി പങ്കുവയ്ക്കുന്നതും അനുതാരയെ അലോസരപ്പെടുത്തുന്നു. എന്നാൽ അവളുടെ അസുഖത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താതെ, അവളോട് സഹതാപം കാണിക്കാതെ ആത്മാർത്ഥമായ സൗഹൃദം കാണിക്കുന്നത് നീലകണ്ഠൻ മാത്രമാണ്. മിടുക്കനായ നീലകണ്ഠൻ്റെ വാക്കുകൾ അനുതാരയെ സ്കൂളിൽ പോകുവാനും പഠിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അവളെ പഠനത്തിൽ സഹായിക്കുന്നതും നീലകണ്ഠനാണ്. അവൾക്ക് എത്ര തന്നെ കുറവുകളുണ്ടെങ്കിലും മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന നീലകണ്ഠൻ പറയുമ്പോൾ അനുതാരയുടെ സന്തോഷാധിക്യം നമുക്ക് കാണാനാകും. ഉപാധികളില്ലാതെ പരസ്പരം നിഷ്കളങ്ക സ്നേഹം പങ്കുവയ്ക്കുന്ന ഉദാത്ത സൗഹൃദമാണിത്. അടുത്ത ചോദ്യം, പ്രയോഗഭംഗി. മന്ദാരപ്പൂ പോലെ, പെരുമഴയത്തെ ഒരു തുള്ളി പോലെ. ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക. പെരുമഴയത്തെ ഒരു തുള്ളി പോലെ, മന്ദാരപ്പൂ പോലെ, മയിൽപ്പീലിക്കണ്ണുകൾ, അറിവിൻ്റെ തുമ്പികൾ. ഇത്തരത്തിൽ ധാരാളം പ്രയോഗഭംഗി തുളുമ്പുന്ന പദങ്ങൾ കാണാം. പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന പ്രയോഗം വലിയ സ്കൂളിലെ കുട്ടികളുടെ ബാഹുല്യത്തെ സൂചിപ്പിക്കുന്നു. അതിൽ ഒരാളായി മാറിയ നീലകണ്ഠനെ അടുത്തു കാണാൻ കിട്ടാത്തതിലുള്ള നൊമ്പരവും തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ദൂരക്കാഴ്ചയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന നിരാശയും ഇതിൽ പ്രകടമാണ്.
പച്ചപ്പുകളിൽ വിടർന്നു നിൽക്കുന്ന മന്ദാരപ്പൂ മനസ്സിൽ ദുഃഖം കടിച്ചമർത്തി പുഞ്ചിരിക്കുന്ന നീലകണ്ഠൻ്റെ പ്രതീകമാണ്. പൂവിൻ്റെ വെണ്മ അവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന നന്മയാണ്. അനുതാരയുടെ വിടർന്ന കണ്ണുകളെയാണ് മയിൽപ്പീലി കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നീണ്ട ആശുപത്രിവാസത്തിനു ശേഷം സ്കൂളിലെത്തുന്ന അനുതാരയ്ക്ക് പഠന വിഷയങ്ങൾ കയ്യിൽ കിട്ടുമെന്ന് തോന്നുമ്പോഴൊക്കെ പിടിതരാതെ പറന്നുപോകുന്ന തുമ്പികളെ പോലെയാണ്. മറ്റു കുട്ടികളെ പോലെ ദിവസവും ക്ലാസ്സിൽ വരാനും ആരോഗ്യത്തോടെ ഇരുന്നു പഠിക്കാനും കഴിയാത്തതിലുള്ള നിരാശ ഇവിടെ വ്യക്തമാണ്. അടുത്ത ചോദ്യം, കണ്ടെത്തി എഴുതാം. അത് വെട്ടിവിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അയ്യോ, എന്തിനാ അങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ. നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതുപോലെ പാഠഭാഗത്തു നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതൂ. പഠനത്തിൽ മിടുക്കനായ കുട്ടിയാണ് നീലകണ്ഠൻ. ദാരിദ്ര്യവും അച്ഛനില്ലാത്ത ദുഃഖവും തളർത്തുമ്പോഴും ജീവിതത്തെ പ്രസാദാത്മകമായി കാണാൻ നീലകണ്ഠന് കഴിയുന്നുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകരാനും അവരിലെ നന്മയെ കാണാനുള്ള അകക്കണ്ണ് തുറക്കാനും അവന് കഴിയുന്നുണ്ട്. തുടർന്നും സംഭാഷണങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താം. ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത്, മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് തുടങ്ങിയ സംഭാഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്കും അവൻ്റെ സ്വഭാവത്തിലേക്കും വെളിച്ചം വീശുന്നവയാണ്. അടുത്ത ചോദ്യം, കഥ തുടരാം. ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം? തുടർന്നുള്ള ഭാഗങ്ങൾ കഥ, കവിത, ചിത്രം, ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കൂ. രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ. നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ച് മെച്ചപ്പെടുത്തുക. മെച്ചപ്പെടുത്തിയവ ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക. വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. തുടർന്നും നിങ്ങൾക്ക് കഥ എഴുതാം എന്നതാണ് അതിൻ്റെ മികവ്. ഈ കഥാപാത്രം നീലകണ്ഠന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? ചികിത്സയ്ക്കായാണ് വീട് വിറ്റ് അവർ യാത്രയാകുന്നത്. നീലകണ്ഠൻ്റെ സ്വഭാവം പോലെ തന്നെ അവൻ്റെ ഭാവിയും പ്രകാശം നിറഞ്ഞതായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കഥ മുന്നോട്ട് കൊണ്ടുപോകാം. അനുതാര എന്ന കഥാപാത്രം തൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് കഥയായിട്ടോ നാടകമായിട്ടോ ചിത്രമായിട്ടോ കവിതയായിട്ടോ എഴുതാം. അടുത്തത് ഓർമ്മ പങ്കുവയ്ക്കുക. രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥ. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? ഈ കഥയിലെ സുഹൃത്ത് ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. നമ്മളെല്ലാവരും സുഹൃത്തുക്കളുള്ളവരാണ്, സുഹൃത്ത് ബന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായും നിങ്ങൾക്കും അത്തരത്തിൽ സൗഹൃദങ്ങൾ ഉണ്ടാകാം. മറക്കാനാവാത്ത അനുഭവങ്ങൾ സ്കൂളിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മളെ സഹായിച്ചതോ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന അവരുമായിട്ടുള്ള ഓർമ്മകളുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ നിങ്ങൾക്ക് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ഏവരും കഥ ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.